ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഫിനാൻഷ്യലി മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ, ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ എന്തൊക്കെ ശീലങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ചാറ്റ് ജി പി ടിയോട് ഇതൊന്ന് ചോദിച്ചപ്പോൾ ആൾ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഓരോ കാര്യങ്ങളും അതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുക, സമയം നിയന്ത്രിക്കുക, പഠിക്കാൻ തയ്യാറാവുക, സമ്പാദിക്കുക, സംരക്ഷിക്കുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, സത്യസന്ധമായി ജീവിക്കുക, സ്വയം വിലയിരുത്തുക, സെൽഫ് ഓഡിറ്റിംഗ്, നന്ദിയോടെ ഇരിക്കുക, സമാധാനം സംരക്ഷിക്കുക. ഇങ്ങനെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സക്സസ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. എപ്പോഴും പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം, പകരം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. അതാണ് റിയൽ സ്വപ്നം. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം നമ്മൾ. ചില ആളുകൾ അങ്ങനെ ഒരു പ്രത്യേക സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഒരു ആഗ്രഹമുണ്ട്, നമുക്ക് ഒരു അച്ചീവ്മെൻറ്റ്, ഒരു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ മുൻകൂട്ടി ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ കാണുന്ന ലക്ഷ്യത്തിലേക്കാണ് നടന്നെടുക്കാൻ നമുക്ക് പറ്റുക. ലൈഫിൽ സക്സസ് ആയ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു, അവർ മുൻകൂട്ടി ഗോള് സെറ്റ് ചെയ്തിരുന്നു, ആ സെറ്റ് ചെയ്ത ഗോളാണ് അവർ അച്ചീവ് ചെയ്തത്. പലപ്പോഴും ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ലോട്ടറി അടിച്ച പോലെ എന്ന് പറയുമല്ലോ, ഒരു ലോട്ടറി എടുക്കണമെങ്കിൽ പോലും ലോട്ടറി എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആദ്യം എത്തണം. ലോട്ടറി ഷോപ്പിലേക്ക് നടന്നു പോകണം, അല്ലെങ്കിൽ ലോട്ടറി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം, എന്നിട്ട് ആ ലോട്ടറി എടുക്കണം. അതിനുശേഷം ആ റിസൾട്ട് വരുന്ന സമയത്ത് അത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ സക്സസ് കറക്റ്റായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഓരോ ഗോളും വ്യക്തമാവണം. ഇവിടെ ലോകത്തിലെ പല ആളുകളും, സക്സസ് ആയിട്ടുള്ള പല ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോൾ ബുക്ക് എഴുതുക എന്നുള്ളത്. വർഷങ്ങളായിട്ട് കുറേ ആളുകൾ ഫോളോ ചെയ്യുന്ന, ഞാനടക്കം ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് ഗോൾ ബുക്ക് എഴുതുക. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇന്ന് ഒരു ഡയറിയിൽ ഗോൾ ബുക്ക് എഴുതാൻ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ ഗോൾ ബുക്ക് എഴുതാം. ഗോൾ ബുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. സാധാരണ ആളുകൾ എഴുതുന്ന പോലെ ഒരു ഗോളല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ 4 കാറ്റഗറി ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ തിരിച്ച്, അതിൽ 1 നമ്മുടെ ജീവിത ശൈലികൾ, 2 നമ്മുടെ കുടുംബം, 3 നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ്, 4 നമ്മുടെ സ്വപ്നങ്ങൾ, ഇങ്ങനെ 4 കാറ്റഗറി ആയി തിരിച്ച് ഈ 4 കാറ്റഗറിയിലും 5 വീതം ഗോളുകൾ എഴുതുന്നു. ഇന്നലെ എഴുതിയ ഗോളുകൾ ഇന്ന് കാണാതെ ഇന്ന് വീണ്ടും എഴുതുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ഗോൾ ഒരു അലൈൻമെൻറ്റിലേക്ക് എത്തുക. നമ്മുടെ ഗോളിന് വ്യക്തമായ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക. പലപ്പോഴും നമ്മുടെ ഗോളുകൾ, നമ്മുടെ സ്വപ്നങ്ങൾ മാറി 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 വരുന്നുണ്ടാവും. പക്ഷേ അതില്ലാതെ ഒറ്റ ഗോളിലേക്ക് ഫോക്കസ് ആവുക. ഈ 20 ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഗോളുകൾ എഴുതുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, തലേ ദിവസം എഴുതിയത് കാണാതെ വീണ്ടും എഴുതുന്നു. തുടർച്ചയായ ദിവസങ്ങൾ നമ്മളിത് എഴുതുമ്പോൾ ആ ഗോളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു. 2, നമ്മൾ എഴുതുന്ന ഗോള് അച്ചീവ് ചെയ്തു എന്ന രൂപത്തിൽ എഴുതുന്നു. സാധാരണ എനിക്ക് ഒരു ലാപ്ടോപ്പ് ആപ്പിളിൻ്റെത് വാങ്ങിക്കണം എന്നതാണ് നമ്മളുടെ ഗോളെങ്കിൽ, വാങ്ങിക്കണം എന്ന് എഴുതുന്നതിന് പകരം വാങ്ങിച്ചു എന്ന് എഴുതുന്നു. അത് നേടിയതായിട്ട് എഴുതുന്നു. അത് നമ്മുടെ മനസ്സിനെ നമ്മൾ അതിലേക്ക് അടുപ്പിക്കുന്നു. മാത്രമല്ല, സ്ഥിരമായിട്ട് അത് എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എഴുതുന്ന ഒരു ഗോളാണ്, എൻ്റെ തൂക്കം 64 കിലോ ആയി കുറഞ്ഞു. 64 കിലോ ആയി കുറഞ്ഞു. എൻ്റെ ആഗ്രഹമാണ് 64 കിലോ ആക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും അത് എഴുതുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് തുടങ്ങും. അപ്പോൾ ഗോൾ എഴുതുന്നു, അത് സംഭവിച്ചതായിട്ട് എഴുതുന്നു, അതിൻ്റെ ആക്ഷൻസ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ആക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. തുടർച്ചയായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് ആയിട്ട് പറഞ്ഞിട്ടും എഴുതാം. നമ്മൾ കൈകൊണ്ട് എഴുതണമെന്നില്ല, മൊബൈലിൽ ആപ്പ് ഉപയോഗിച്ച് വോയിസ് ആയിട്ട് പറഞ്ഞിട്ടും എഴുതാം. അതിന് ഈ ടൂള് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പറയുമ്പോൾ ഒരു മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഒരു റോബോട്ട് നിങ്ങളെ
പഠിക്കുന്നു, ഒരു റിപ്പോർട്ടായിട്ട് എന്ത് മാറ്റങ്ങളൊക്കെ വരുത്തണം, നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എത്തുന്നില്ല, നിങ്ങൾക്കൊരു ഗൈഡൻസ്, കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സ്ഥിരമായിട്ട് ഗോൾ എഴുതാൻ ശ്രമിക്കുക. ഗോൾ എഴുതി അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുത്ത് തുടങ്ങുക. ജീവിതത്തിലെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ, ഫിനാൻഷ്യൽ ആവട്ടെ, അല്ല മറ്റെന്തെങ്കിലും ആവട്ടെ, അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.